ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ രുചികരമായ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിയ ശേഷം 2 സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ നന്നായി വഴറ്റിയെടുക്കാം. സവാള എളുപ്പത്തിൽ വഴറ്റി കിട്ടാനായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സവാള വഴറ്റി വരുമ്പോഴേക്കും ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് ഇത്രയും ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. സവാളയും ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് വെന്ത് വരുമ്പോഴേക്കും ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റിയെടുക്കാം. അടുത്തതായി ചപ്പാത്തിയുടെ പരുവത്തിൽ മാവ് കുഴച്ചെടുത്ത ശേഷം ചെറിയ ഉരുളകളാക്കിയെടുത്ത് ചപ്പാത്തി പ്രസ്സിൽ വെച്ച് പരത്തിയെടുക്കാം. ഇതാ ഇവിടെ ഒരു ഉരുള എടുത്ത് ചപ്പാത്തി പരുവത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ട് വച്ചു കൊടുക്കാം. ഇവ വച്ചു കൊടുത്ത ശേഷം ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതിനെ മടക്കിയെടുക്കാവുന്നതാണ്. ചപ്പാത്തി പരത്തുമ്പോഴേക്കും ഒത്തിരി തിന്നായിട്ട് പരത്താൻ പാടില്ല. ഈ പരുവത്തിൽ ഇത്രയും കട്ടിയോടുകൂടി വേണം പരത്തിയെടുക്കേണ്ടത്. ഞാനിവിടെ ഈ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് എടുക്കാം. അങ്ങനെ എല്ലാം തയ്യാറാക്കിയ ശേഷം ഇതിനെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതാ ഇവിടെ ആവിയിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ആവിയിൽ വേവിച്ച് അങ്ങനെയും കഴിക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാലേക്ക് പപ്സ് കഴിക്കുന്നത് പോലെ നല്ല മൊരിഞ്ഞ് കുറച്ചുകൂടി രുചികരമായ രീതിയിൽ കഴിക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും 4 വശവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും സ്നാക്സായി ഇത് കൊടുക്കാം. അതുപോലെ പ്രഭാത ഭക്ഷണമായും അത്താഴമായും ഇത് കഴിക്കാവുന്നതാണ്. ഇതിൽ 2 എണ്ണം കഴിച്ചാൽ മതിയാകും. വയർ ഫില്ലിംഗ് ആവും. വളരെ രുചികരമായ വെറൈറ്റി പലഹാരം റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്ത വെറൈറ്റി വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.